നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് മൊഡ്യൂൾ 15 ആണ്. സെൻറ്റൻസസ് ആൻഡ് ക്വസ്റ്റ്യൻസ് വിത്ത് ഹാവ്. ഹാവ് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകളും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസുമാണ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. കാരണം ഹാവ്, ഹാസ്, ഹാഡ് എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് മിക്കവാറും എല്ലാ കുട്ടികൾക്കും ഒരു കൺഫ്യൂഷൻ വരും. എന്താണ് ഹാവ്, ഹാസ്, ഹാഡ്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്? അർത്ഥം അറിയാം, ഉണ്ട് എന്നാണ് ഹാവിൻ്റെയും ഹാസിൻ്റെയും അർത്ഥം. ഹാഡിൻ്റെ അർത്ഥം ഉണ്ടായിരുന്നു എന്നാണ്, ഇതൊക്കെ അറിയാം. പക്ഷേ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇത്തിരി ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ടേം ആണല്ലോ എന്നുള്ളൊരു ചിന്തകൾ എല്ലാവരുടെ മനസ്സിലുണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാവിനെ കുറിച്ചിട്ടാണ് ഇവിടെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഹാവിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാണ് അർത്ഥം വരുന്നത്. ഹാവിൻ്റെ സെയിം മീനിങ് ആണ് ഹാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹാവിനും ഹാസിനും സെയിം മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് അപ്പോൾ ഹാവിനും ഹാസിനും സെയിം മീനിങ് ആണ്, പിന്നെ എന്താ ഏതെങ്കിലും ഒരെണ്ണം പോരെയെന്ന് വിചാരിക്കും. പക്ഷേ ഐ, യു, ദേ, വി പോലെയുള്ള പ്ലൂരലിൻ്റെ കൂടെയാണ് നമ്മൾ ഹാവ് യൂസ് ചെയ്യുന്നത്. ഹി, ഷീ, ഇറ്റ്, എവരിബഡി ആയിട്ടുള്ള സിംഗുലറിൻ്റെ കൂടെയാണ് നമ്മൾ ഹാസ് യൂസ് ചെയ്യുന്നത്. അത് പ്ലൂരലും സിംഗുലറും എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ഹാവ് യൂസ് ചെയ്യുന്നത് ഏതിൻ്റെ കൂടെയെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഐ ഹാവ്, യു ഹാവ്, ദേ ഹാവ്, വി ഹാവ്. ഇനി അതിൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഓക്കെ, ഹാസ് അവിടെ യൂസ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ എന്ത് പറയണം? ഹി ഹാസ്, ഷീ ഹാസ്, ഇറ്റ് ഹാസ്, എവരിബഡി ഹാസ്. അപ്പോൾ ഹാഡോ? ഹാഡ് നമുക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. അർത്ഥം വരുന്നത് ഉണ്ടായിരുന്നു. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് ഹാവ് വിത്ത് നൗണിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരാണ്. ഇപ്പോൾ ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു പേരാണ്. ഓക്കെ, ഇപ്പോൾ ഒരു റിമോട്ട് എന്ന് പറഞ്ഞൊരു പേരാണ്. ഓക്കെ, ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന പേരാണ്. ഓക്കെ, അപ്പോൾ പേരുകളുടെ കൂടെ നമ്മൾ ഹാവ് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ട്, എനിക്ക് ആ സാധനം ഉണ്ട്, എൻ്റെ കയ്യിൽ റിമോട്ട് ഉണ്ട്, എനിക്കൊരു ലാപ്ടോപ്പ് ഉണ്ട്, എനിക്ക് കമ്പ്യൂട്ടർ ഉണ്ട്, എൻ്റെ കയ്യിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ട് എന്ന് പറയാനാണ്, പൊസിഷൻസ് പറയാനാണ്, കൈവശമുണ്ട് എന്ന് പറയാനായിട്ടാണ് നമ്മൾ ഹാവ് ഒരു മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കാം. ഐ ഹാവ് എ മൊബൈൽ ഫോൺ, വിച്ച് മീൻസ് എനിക്കൊരു മൊബൈൽ ഫോൺ ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് പറയുമ്പോൾ എനിക്കൊരു മൊബൈൽ ഫോൺ ഉണ്ട്. ഐ ഹാവ് എ മൊബൈൽ ഫോൺ. ഇനി ഇതിൻ്റെ ചോദ്യം എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്നോട് തന്നെ ചോദിക്കണം, എൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടോ? ഡു ഐ ഹാവ് എ മൊബൈൽ ഫോൺ? മനസ്സിലായോ? ഐ ഹാവ് എ മൊബൈൽ ഫോൺ, എൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്. ഡു ഐ ഹാവ് എ മൊബൈൽ ഫോൺ, എൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടോ? ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, നോക്കാം. അവരുടെ കയ്യിൽ ഒരു കാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഒരു കാറുണ്ട്. എന്താ പറയുക? ദേ ഹാവ് എ കാർ. അവരുടെ കയ്യിൽ കാറുണ്ടോ? ഡു ദേ ഹാവ് എ കാർ? ഓക്കെ, ഡു ദേ ഹാവ് എ കാർ. ഈ ഒരു പാറ്റേൺ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. വി ഹാവ് എൻ ഐഡിയ. നമുക്കൊരു ഐഡിയ ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്. നമ്മൾക്കൊരു ഐഡിയ ഉണ്ടോ? ഞങ്ങൾക്കൊരു ഐഡിയ ഉണ്ടോ? എങ്ങനെ ചോദിക്കാം? ഡു വി ഹാവ് എൻ ഐഡിയ? നമ്മൾക്കൊരു ഐഡിയ ഉണ്ടോ? ഡു വി ഹാവ് എൻ ഐഡിയ? ഓക്കെ, ദേ ഹാവ് എൻ ഓപ്ഷൻ. അവർക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. ദേ ഹാവ് എൻ ഓപ്ഷൻ. അവർക്കൊരു ഓപ്ഷൻ ഉണ്ടോ? ഡു ദേ ഹാവ് എൻ ഓപ്ഷൻ? ഓക്കെ ആണല്ലോ. ഓക്കെ, ഇപ്പം ഞാൻ പറയണേ എനിക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഐ ഹാവ് എൻ ഓപ്ഷൻ. എനിക്കൊരു ഓപ്ഷൻ ഉണ്ടോ? ഡു ഐ ഹാവ് എൻ ഓപ്ഷൻ? അവർക്കൊരു ഓപ്ഷൻ ഉണ്ട്. ദേ ഹാവ് എൻ ഓപ്ഷൻ. അവർക്കൊരു ഓപ്ഷൻ ഉണ്ടോ? ഡു ദേ ഹാവ് എൻ ഓപ്ഷൻ? മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ അടുത്ത എക്സാമ്പിൾ നോക്കാം. യു ഹാവ് എ ലാപ്ടോപ്പ്. ഓക്കെ, നിനക്കൊരു ലാപ്ടോപ്പ് ഉണ്ട്. നിനക്കൊരു ലാപ്ടോപ്പ് ഉണ്ടോ? ഡു യു ഹാവ് എ ലാപ്ടോപ്പ്? ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ ഇതുവരെ പറഞ്ഞത് വെർബിൻ്റെ, നൗണിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഇനി പറയാൻ പോകുന്നത് വെർബാണ്. ഹാവ് വെർബിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസേമാർ വാസുകാരാണ്. ഡു എന്ന് പറഞ്ഞാൽ ഡു ഡസ് ഡിഡ് ആണ്. ഹാവ് എന്ന് പറഞ്ഞാൽ ഹാസ് ഹാവ് ഹാഡ് ആണ്. ഹാഡിൻ്റെ കൂടെ, ഹാവിൻ്റെ കൂടെ, ഹാസിൻ്റെ കൂടെ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് വെർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ്. നമ്മൾ പഠിച്ചു V1, V2, V3. ഈ V3 ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പറയില്ല, സ്റ്റഡി, സ്റ്റഡീഡ്, സ്റ്റഡീഡ്, ഇതാണ് യൂസ് ചെയ്യേണ്ടത്. ഗോ, വെൻറ്റ്, ഗോൺ, ഇതാണ് യൂസ് ചെയ്യേണ്ടത്. റൈറ്റ്, റോട്ട്, റിട്ടൺ, റിട്ടൺ ആണ് യൂസ് ചെയ്യേണ്ടത്. അതായത് തേർഡ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമുക്ക് പറയാം. അപ്പോൾ അതാണ് പറഞ്ഞത് ഹാവ് വിത്ത് വെർബ്. വെർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻസ് ആണ്. നൗൺ എന്ന് പറഞ്ഞാൽ പേരുകളാണ്. ആളുകളുടെ പേരുകളായിരിക്കാം, സ്ഥലങ്ങളുടെ പേരുകളായിരിക്കാം, സാധനങ്ങളുടെ പേരുകളായിരിക്കാം. സോ നൗൺസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മൈറ്റ് ബി ദ നെയിംസ് ഓഫ് തിങ്സ്, പേഴ്സൺസ് ഓർ പ്ലേസസ്. ഓക്കെ, ഇനി വെർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻസ് ആണ്. പഠിക്കുക, നടക്കുക, ഓടുക, ചാടുക, ഇതെല്ലാം വരുന്നത് വെർബുകളാണ്. ഓക്കെ, വെർബ് ഹാവിൻ്റെ കൂടെ അല്ലെങ്കിൽ ഹാസിൻ്റെ കൂടെ, ഹാഡിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന സമയത്ത് വെർബിൻ്റെ മൂന്നാമത്തെ ഫോം യൂസ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ നോക്കാം. ദേ ഹാവ് അറേഞ്ച്ഡ് എവറിത്തിങ്. അവർ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മീനിങ് ശ്രദ്ധിക്കുക. ദേ ഹാവ് അറേഞ്ച്ഡ് എവറിത്തിങ്. അവരെല്ലാം തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് എങ്ങനെ ചോദ്യം ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഏതാണോ ഓക്സിലറി എന്ന് ആലോചിച്ചാൽ മതി. ദേ ഹാവ് അറേഞ്ച്ഡ് എവറിത്തിങ്. ഏതാണ് ഓക്സിലറി? ദേ ഹാവ് അറേഞ്ച്ഡ് എവറിത്തിങ്. ദേ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണ്. ഹാവ് എന്ന് പറയുന്നതാണ് ഓക്സിലറി. സോ ഹാവ് എടുത്തിട്ട് ആദ്യം എഴുതുന്നു ഹാവ് ദേ അറേഞ്ച്ഡ് എവറിത്തിങ്. അവരെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടോ?
ചോദ്യം മനസ്സിലായല്ലോ. വേറൊരു എക്സാമ്പിൾ, ഐ ഹാവ് ആസ്ക്ഡ്, ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നത് ഞാൻ ചോദിച്ചിട്ടുണ്ടോ, ഹാവ് ഐ ആസ്ക്ഡ്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ, ഐ ഹാവ് മെയ്ഡ്, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെ ചോദിക്കാം, ഹാവ് ഐ മെയ്ഡ്, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ. വി ഹാവ് മെയ്ഡ്, ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഹാവ് വി മെയ്ഡ്, ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ. യു ഹാവ് മെയ്ഡ്, നീ ഉണ്ടാക്കിയിട്ടുണ്ട്. ഹാവ് യു മെയ്ഡ്, നീ ഉണ്ടാക്കിയിട്ടുണ്ടോ. ക്ലിയർ ആണല്ലോ. ഓക്കെ, വേറെ എക്സാമ്പിൾ, യു ഹാവ് ടോട്ട്, നീ പഠിപ്പിച്ചിട്ടുണ്ട്. ചോദ്യം എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, നീ പഠിപ്പിച്ചിട്ടുണ്ടോ. ഹാവ് യു ടോട്ട്, ഹാവ് യു ടോട്ട്. ഓക്സിലറി എടുക്കുന്നു, ആദ്യം എഴുതുന്നു, ബാക്കിയെല്ലാം അതേപോലെ തന്നെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഓക്സിലറി ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റും. ദേ ഹാവ് ഈറ്റൺ, അവർ കഴിച്ചിട്ടുണ്ട്. അവർ കഴിച്ചിട്ടുണ്ടോ, ഹാവ് ദേ ഈറ്റൺ. ഓക്കെ, ഞങ്ങൾ കഴിച്ചിട്ടുണ്ടെന്നാണെങ്കിൽ വി ഹാവ് ഈറ്റൺ, ഞങ്ങൾ കഴിച്ചിട്ടുണ്ടോ. ഹാവ് വി ഈറ്റൺ. ഇനി അതേപോലെ തന്നെ നീ കഴിച്ചിട്ടുണ്ട്, യു ഹാവ് ഈറ്റൺ, നീ കഴിച്ചിട്ടുണ്ടോ, ഹാവ് യു ഈറ്റൺ. ഇതൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ്. ദേ ഹാവ് സ്റ്റഡീഡ്, അർത്ഥം പറഞ്ഞേ, അവർ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ചോദ്യമാണെങ്കിലോ, ഹാവ് ആണ് ഓക്സിലറി, ഹാവ് എടുത്ത് ആദ്യം എഴുതുന്നു. ഹാവ് ദേ സ്റ്റഡീഡ്, അവർ പഠിച്ചിട്ടുണ്ടോ, ക്വസ്റ്റ്യനായി. ഓക്കെ, നെക്സ്റ്റ് വൺ, യു ഹാവ് റൺ, നീ ഓടിയിട്ടുണ്ട്. ഇപ്പോൾ റൺ എന്ന് പറയുമ്പോൾ റണ്ണിൻ്റെ തേർഡ് ഫോം എന്ന് പറഞ്ഞാൽ റൺ തന്നെയാണ്. റൺ, റാൻ, റൺ തന്നെയാണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇവിടെ തേർഡ് ഫോം റൺ തന്നെയാണ്. യു ഹാവ് റൺ, നീ ഓടിയിട്ടുണ്ട്. നീ ഓടിയിട്ടുണ്ടോ, ഹാവ് യു റൺ. യു ഹാവ് റൺ, നീ ഓടിയിട്ടുണ്ട്. ഹാവ് യു റൺ, നീ ഓടിയിട്ടുണ്ടോ. ഓക്സിലറി എടുക്കുന്നു, ഓക്സിലറി നമ്മൾ ആദ്യം വയ്ക്കുന്നു. യു ഹാവ് ക്രൈഡ്, നീ കരഞ്ഞിട്ടുണ്ട്. നീ കരഞ്ഞിട്ടുണ്ടോ, ഹാവ് യു ക്രൈഡ്. മനസ്സിലായോ, അവർ കരഞ്ഞിട്ടുണ്ട്, ദേ ഹാവ് ക്രൈഡ്. അവർ കരഞ്ഞിട്ടുണ്ടോ, ഹാവ് ദേ ക്രൈഡ്. നമ്മൾ കരഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ കരഞ്ഞിട്ടുണ്ടോ, വി ഹാവ് ക്രൈഡ്. നമ്മൾ കരഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ കരഞ്ഞിട്ടുണ്ടോ, ഹാവ് വി ക്രൈഡ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു ഹാവിൻ്റെ കാര്യത്തിലായിട്ട് പഠിക്കുന്നത്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ തന്നെ ഹാസ് പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഹാഡ് പഠിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ഹാസിൻ്റെ ക്ലാസ്സിൽ കണ്ടു.